നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറയാണ്. ഞാൻ നിൽക്കുന്നത് വാണിയമ്പാറ തന്നെയാണ്. വാണിയമ്പാറ ബസ് സ്റ്റോപ്പിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടി വിളിച്ചാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രൈവറ്റ് ബസ് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ശത്രുക്കളുമായ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അറിയിക്കാനുള്ളത്. അതായത് കാലത്ത് സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ബസ്സുകൾ നിർത്തുന്നില്ല, എന്നാൽ കുറേ പേര് ബസ്സുകൾ നിർത്തുന്നുമുണ്ട്. അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, വാണിയമ്പാറ കൊമ്പഴ ഇരുമ്പുപാലം ഭാഗത്ത് നിന്ന് പോകുന്ന കുട്ടികൾക്ക് പാലക്കാട് ദിശയിലേക്ക് പോകുന്ന ട്രാക്കിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തി കൊടുക്കുന്നില്ല എന്നുള്ളൊരു വ്യാപക പരാതിയുണ്ട്. ബസ്സുകളുടെ പേരുകളൊന്നും ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. എന്തായാലും അടുത്ത ദിവസങ്ങൾ തന്നെ ശക്തമായ പ്രതിഷേധത്തിന് ഇവിടുത്തെ ആളുകൾ ഒരുങ്ങുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അത് ബസ് നിർത്തി കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നല്ലവരായ കണ്ടക്ടർമാരും അതുപോലെ ഡ്രൈവർമാരായ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഇവിടുത്തെ നാട്ടുകാർക്ക് പണി കൊടുക്കരുത്. അതുപോലെ തന്നെ അവർ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ പോകുന്നുണ്ട് പരാതിയുമായിട്ട്. കാരണം സമയം കയ്യിൽ വെച്ചാവും വാണിയമ്പാറയിലെത്തുക. വാണിയമ്പാറ എന്നൊരു പ്രദേശത്ത് നിന്ന് കുട്ടികൾ വാഹനം കയറി പോകുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അത് വാണിയമ്പാറ നിങ്ങൾ കാണുന്ന ഈ പ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടികളല്ല. കിലോമീറ്ററുകളോളം നടന്നും സൈക്കിളിലും മറ്റുള്ളവരുടെ വാഹനങ്ങളിലും കയറി വരുന്ന കുട്ടികളാണ് ഇവിടെ പലരും. അപ്പോൾ അതുകൊണ്ട് അവർ 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ 7 കിലോമീറ്റർ അകലിൽ നിന്ന് വരുന്ന കുട്ടികളടക്കം ഇവിടെയുണ്ട്, ആനവാരി പോലുള്ള പ്രദേശത്ത് നിന്ന്. അപ്പോൾ അവർ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ക്ലാസ് ടൈം കഴിഞ്ഞ് ഇവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്കൂളിൽ കയറ്റില്ല. അപ്പോൾ അങ്ങനെ നിരന്തരം അങ്ങനെ ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഒരു കുട്ടി ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, പന്തലാമ്പാടത്ത് നിന്ന് ഒരു കുട്ടീനെ വടക്കഞ്ചേരിയിൽ നിന്ന് കയറിയിട്ട് വാണിയമ്പാറ ഇറക്കി വിടാതെ പന്തലാമ്പാടത്തും സമീപ ദിവസങ്ങളിലായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അവർ പുറത്ത് പറയാനുള്ള പേടി കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബസ് ഓണേഴ്സ് ഇതൊരു വാണിംഗ് തന്നെയായിട്ട് എടുത്തോ. നിങ്ങളോടുള്ള വെല്ലുവിളി പോലെ തന്നെയായിട്ട് എടുത്തോ. ഇവിടെ ഒരുപാട് പേര് ഇതിനെതിരെ പ്രതിഷേധമായി രംഗത്ത് വരും. അതുപോലെ വിദ്യാർത്ഥികൾ, ഇത് കാണുന്ന വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് കയറി പോകാനും ശ്രമിക്കുക. അതായത് ഇവിടെ വന്ന് നിന്നാക്കാതെ ഫസ്റ്റ് വരുന്ന ബസ്സിൽ കയറി പോകാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് കയറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഞങ്ങൾ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ MLA MP മായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അരമണിക്കൂർ ഗ്യാപ്പിൽ ഓർഡിനറി ബസ് റിക്വസ്റ്റ് കൊടുക്കും. അതായത് ഇവിടുത്തെ ആളുകൾ പറഞ്ഞ കാര്യമാണ്. അതുപോലെ നമ്മൾ ചാനലും ഞാനും ഒക്കെ ഇവിടെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇവിടുന്ന് കയറിപ്പോയി പഠിച്ച് വന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതിനൊന്നും ഇടവരുത്തരുത്. അത് നിങ്ങൾക്ക് തന്നെയും അവസാനം ദോഷം. എന്തായാലും പ്രൈവറ്റ് ബസ്സുകാർ, അതിൽ തൊഴിലാളികൾ, പ്രിയപ്പെട്ട എന്നെ സ്നേഹം നിറഞ്ഞ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്, അതുപോലെ എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. എന്തായാലും ഇതൊരു ഇൻഫർമേഷനായിട്ട് എടുക്കുക. അതുപോലെ നിങ്ങൾ കുട്ടികളെ കയറ്റിയിട്ട് പോവുക. കാരണം അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വരുന്നത്. അവരിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ പൈസയാവും എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ആ പൈസ കുറവാണ് വലിയ ആളുകളിൽ നിന്ന് നിങ്ങൾ കൂടുതലായി വാങ്ങുന്നത് എന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോകുക. മാത്രമല്ല, കുതിരാൻ തുരങ്കം വന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ആളുകളെല്ലാവരും മിണ്ടാതിരിക്കുന്നതാണ്. ഈ ഒരു പ്രസ്ഥാനം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട്, ഒരുപാട് പേർക്ക് ജോലി ഉണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ആരും ഒന്നും മിണ്ടാത്തത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ ഇടപെടാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ട് ഇവിടെ കുട്ടികളെ കയറ്റിയിട്ട് പോകുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ ഓരോ അരമണിക്കൂർ ഗ്യാപ്പിലും KSRTC ഓർഡിനറി ബസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരത്തിനും മറ്റും പോവും. അപ്പോൾ മാക്സിമം നമ്മുടെ സുഹൃത്തുക്കൾ ആയ ബസ് ഡ്രൈവേഴ്സ്, ഓണേഴ്സ്, അതുപോലെ തന്നെ കണ്ടക്ടേഴ്സൊക്കെ ശ്രദ്ധിക്കുക. വാണിയമ്പാറയിൽ നിന്നും രാഹുൽ, വാണിയമ്പാറ.